ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്മസ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കരോൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൗണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. പരമാവധി നോയ്സ് റിഡക്ഷൻ കുറയ്ക്കാൻ നോക്കാം, അത്രേ പറ്റുള്ളൂ. കാണ്ടു എനിത്തിങ് അബൌട്ട് ഇറ്റ്. സോ ആ കാര്യം മൈൻഡ് ചെയ്യരുത്. സോ സിനിമയിലേക്ക് വന്നാൽ നേര് ഇസ് എ വെൽ റിട്ടൺ കോർട്ട് റൂം ഡ്രാമ. വെൽ റിട്ടൺ എന്ന് പറഞ്ഞത് ഒരു അണ്ടർലൈൻ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. കാരണം കിഡിലനായിട്ട് എഴുതിയിട്ടുള്ളൊരു സാധനമാണ്. സ്ഥിരം കോർട്ട് റൂം ഡ്രാമയ്ക്ക് അല്ലെങ്കിൽ കോർട്ട് റൂം ഡ്രാമ എന്നൊരു ജോണർ വരുമ്പോൾ അല്ലെങ്കിൽ സബ് ജോണർ വരുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ലാഗ് അടിക്കും. ഈ സിനിമയിൽ ഒരു പോയിന്റിൽ പോലും ഒരു മൈന്യൂട്ട് മിനിറ്റിൽ പോലും എനിക്ക് ലാഗ് അടിച്ചില്ല. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത്ര ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഈ സിനിമ ഒരു 50 to 80% ജയിച്ചു എന്ന് പറയാം. അതിൽ തന്നെ ജയിച്ചു കഴിഞ്ഞു. കാരണം കിഡിലിനായിട്ട് എഴുതിയാൽ മാത്രമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത്ര കിഡിലിനായിട്ട് വരുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും, കാരണം ഇതിൽ വിഷ്വലി കാണിക്കാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഡയലോഗ്സിലൂടെ മാത്രം പോകേണ്ട ഒരു സാധനമാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു മിനിറ്റ് പോലും നമ്മൾ മുഷിപ്പിക്കാതെ അനാവശ്യമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലാതെ വളരെ നീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ. ഇപ്പോൾ ഈ സിനിമയിൽ വേണമെങ്കിൽ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഫാമിലി അനുഭവിക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഒരുപാട് പാട്ടൊക്കെ ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അതൊന്നും ഇല്ലാതെയാണ് ഈ സിനിമ ഇത്രയും പാക്ഡ് ആയിട്ട് പോകുന്നത് എന്നുള്ളത് ഈസ് സർപ്രൈസിംഗ്ലി സോ വെൽ റിട്ടൺ. അതുകൊണ്ട് തന്നെ കിഡിലിനായിട്ട് എഴുതിയിട്ടുള്ള ഈ സ്ക്രീൻ പ്ലേ എങ്ങനെ പോയാലും സിനിമയെ ബൂസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിൽ ഒന്നാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ്, ഇതൊരു ഇപ്പോൾ ഒരു ലാലേട്ടൻ ചിത്രമാണ് നേര്. ഇതിൻ്റെ സിനിമയുടെ കഥ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതിന് പുറകിലുള്ള കോർട്ട് റൂം ട്രയൽസാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട് കാണിക്കുന്നത്. സോ എന്താണ് എങ്ങനെയാണെന്നുള്ളത് സിനിമയുടെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വേറെ ഒന്നിലേക്കും ഇല്ല, ഇതാണ് എൻ്റെ സിനിമ, ഇവിടെയാണ് എൻ്റെ സിനിമ തുടങ്ങുന്നത്, ഇവിടെയാണ് അവസാനിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന 2-2.5 മണിക്കൂർ മുഴുവനായിട്ടും എൻ്റെ കഥ പറയാൻ വേണ്ടി മാത്രമാണ്. അതിൽ നിന്ന് ഒരു ഡീവിയേഷനും ഇല്ല എന്ന് വ്യക്തമായി ഫസ്റ്റ് ഷോട്ട് മുതലേ നമ്മൾ കാണിച്ചിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സോ ജിത്തു ജോസഫിൻ്റെ ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ ഇപ്പോൾ കൂമനോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് സിനിമകൾ പോലെയൊന്നും അല്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലിമോഗ്രഫിയിൽ തന്നെ ദൃശ്യവും മെമ്മറീസൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റൊരു സിനിമകൾ നന്നായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരെന്ന ചിത്രം ദെൻ ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കഥയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നത് മാത്രമല്ല, ഇപ്പോൾ ഇതൊരു ലാലേട്ടൻ ചിത്രമാണ്. സോ അങ്ങനെ ഒരു വലിയ ആക്ടർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ഇത്തരത്തിലുള്ള സിനിമയിലേക്ക് വരുമ്പോൾ പല ഡയറക്ടേഴ്സിനും പറ്റാതെ പോയിട്ടൊരു കാര്യം അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ ഈ ഒരു ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ദിസ് ഈസ് നോട്ട് എ ലീഡ് ആക്ടർ ബേസ്ഡ് മൂവി. ആ വലിയൊരു സൂപ്പർ സ്റ്റാർ ഈ സിനിമയിൽ ഈ ഒരു കഥയിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അല്ലാതെ ലാലേട്ടനെ വെച്ചിട്ട് പുറകെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി എങ്ങനെയെങ്കിലും ഒരു കഥ ഉണ്ടാക്കുകയല്ല. ഈ കഥയിൽ ലാലേട്ടൻ എങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്ത് അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു തോട്ടിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എങ്ങനെ പോലും നമുക്ക് കാണുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ തരും. കാരണം നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു ട്രാക്കിൽ നിന്ന് വളരെയധികം ചേഞ്ച് ആയിട്ടൊരു മൂവി. സോ ഈ ഒരു ചേഞ്ച് ഓഫ് ട്രാക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിൻ്റെ ഒരു തുടക്കം തന്നെയായിട്ട് ഈ ഒരു മൂവി മാറിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ കംബാക്ക് പ്രതീക്ഷിക്കാത്ത ആരുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഫീൽ ആയിരിക്കും നമുക്ക് ഈ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ കിട്ടുക. കാരണം ഇതൊരു ലാലേട്ടൻ ചിത്രം ആയിട്ടല്ല നമുക്ക് ഓർമ്മ വരിക, നമ്മളൊരു നല്ല സിനിമ കണ്ടു എന്നുള്ളൊരു മോഡാണ്. മറ്റതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു സൂപ്പർ സ്റ്റാറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മൂവി എന്ന രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴായിരുന്നു ഈ പ്രശ്നങ്ങളുണ്ടായത്. പക്ഷേ ആളങ്ങനെ ചെയ്തത് ഇപ്പോൾ സ്ക്രീൻ പ്രസൻസ് തന്നെ കമ്പയർഡ് ടു ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖിൻ്റെ ക്യാരക്ടറൊക്കെ കിഡിലിനാണ്. ചില നേരത്തൊക്കെ അങ്ങേര് സ്കോർ ചെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാം. സോ ഇത്തരത്തിലുള്ള ഈക്വലി ബാലൻസ്ഡ് ആയിട്ടാണ് ഈ സാധനങ്ങൾ പോകുന്നത്. ആൻഡ് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അനശ്വര ബാക്കിയുള്ള ഇപ്പോൾ ലാലേട്ടനേക്കാൾ കൂടുതലായിട്ട് ഈ പടത്തിൽ ഷൈൻ ചെയ്തിട്ടുള്ളത് അനശ്വരയാണ്. ഒരു രക്ഷയില്ല. കിഡിലൻ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാം. അമ്മ ഒരു സാധനം കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ബാക്കിയുള്ള എല്ലാ കാസ്റ്റിങ്ങും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. സോ എല്ലാ തരത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കിഡിലിനായിട്ട് വന്നിട്ടുള്ള വളരെ നല്ലൊരു മലയാളത്തിലെ നല്ലൊരു കോർട്ട് റൂം ഡ്രാമയായിട്ട് പറയാൻ പറ്റുന്നൊരു ചിത്രമാണ്. സോ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഇതൊരു ലാലേട്ടൻ ചിത്രം എന്ന രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു നല്ല മലയാള സിനിമ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുക. എങ്ങനെ വലിയ സിനിമ ഇഷ്ടമാവും. ഇത് ഇഷ്ടാവാത്ത ആരും തന്നെ ഉണ്ടാവില്ല. കാരണം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു മൂവിയാണ്. ആൻഡ് ഇതിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ ഒരു മൂവിയുടെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ മൊത്തത്തിലൊരു കൺക്ലൂഷൻ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അവസാനത്തെ പോയിൻ്റ് ആയിരിക്കും. ആ പോയിൻ്റ് വരെയും പറയാൻ ഉദ്ദേശിച്ച സാധനം തുടക്കം മുതൽ അവസാനം വരെ കണക്ട് ചെയ്ത് പറയുന്നത് കൊണ്ട് ഇറ്റ്സ് എ വെരി വെൽ റിട്ടൺ മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പേഴ്സണലി എനിക്ക് ഭയങ്കരധികം ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന വളരെ നല്ല ചിത്രങ്ങളിലൊന്നായിട്ട് മലയാളത്തിന് തന്നെ ഈ വർഷത്തെ വളരെ മികച്ച ചിത്രങ്ങളിലൊന്നായിട്ട് ഞാൻ പറയും നേരെന്ന ചിത്രം. സോ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ടുപോകാം. ഈ ക്രിസ്മസിന് ഈ അവധിക്കൊക്കെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ കണ്ട ഡങ്കിയും ഈ ഒരു
നേരും രണ്ടും അടിപൊളിയാണ്. ഈ ബാക്കിയുള്ള സലാറൊക്കെ നാളെയാണ് കാണാനിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.